രമേശന്റെയും സുമിത്രയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇതേവരെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഡോക്ടറെ കാണിക്കാൻ പറയൂ. ഞാൻ കൊറേ പറഞ്ഞത് അവര് കേക്കണ്ടേ. ഇവിടെ ഒരു കുഞ്ഞിക്കാലൊക്കെ കാണാൻ വഴുകി. നമുക്കൊരു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആവണ്ടേ. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അവരോട് പോയി പറയൂ. ഞാനിത് രമേശനോട് പറയാൻ പോയാൽ രമേശ് എന്നെ ചാടിക്കടിക്കാൻ വരും. എന്നാ സുമിത്രേനോട് പറയൂ. ഏയ് അതൊന്നും ശരിയാവില്ല. ഇതിന്റെ പേരിൽ ഞാനും സുമിത്രയും തമ്മിൽ കുറെ ഉടക്കിയതാ. ഞാൻ ഇപ്പൊ ഇതിനെന്ത് പറയാനാ? ഒക്കെ ദൈവത്തിന്റെ കയ്യിലാ. വല്ലാത്തൊരു യോഗം. ഒരു ഡോക്ടറെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇവർക്ക് അതിന് സമയമൊന്നുമില്ലല്ലോ. എന്താ രാവിലെ തന്നെ ഒരു മുറുമുറുപ്പ്? എങ്ങനെയാ മുറുമുറുക്കാണ്ടിരിക്കുക? രമേശന്റെയും സുമിത്രയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇതേവരെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടോ? അത് ശരിയാണ്. അവർക്കിപ്പോ കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടാണോ? ഇത്രയും പ്രായമായ ആൾക്കാരോട് നമ്മളെ എന്ത് പറഞ്ഞു കൊടുക്കാനാണ്? എന്നാ ഒരു ഡോക്ടറെ പോയി കാണട്ടെ. ഇതിപ്പോ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ വല്ലതും പറയാൻ പോയി ഇവർ 2 പേരും കൂടിയിട്ട് എൻ്റെ നേർക്ക് ചാടാൻ വരില്ലേ? ഇത് ഇനി വഴുകിച്ചാൽ ശരിയാവില്ല. എന്തെങ്കിലും ഒരു പോംവഴി കാണണം. ഇതൊക്കെ അവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആരോട് പറയാൻ? സുമിത്ര അങ്ങനെ പോവാൻ പറ്റേ? അവിടക്ക് എന്താ മമ്മേ? എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾക്ക് എന്താ പ്രശ്നം? കുട്ടികളില്ല, അതന്നെയാ പ്രശ്നം. അമ്മമ്മേ, ഒരു കാര്യം ഞാൻ പറയാം. ഇതിനെ പറ്റിയിട്ട് കുറെ പ്രശ്നങ്ങളുടെ മുന്നുണ്ടായതാ. ഇനി വീണ്ടും ആവർത്തിക്കുകയാണോ? കാര്യം പറയുമ്പോ നീ എന്തിനാ എന്നെ തിന്നാൻ പറഞ്ഞേ? കുറച്ചു ദിവസം ഇതിനെ പറ്റിയൊക്കെ മറന്നിരിക്കായിരുന്നു. അപ്പൊ അമ്മമ്മ വീണ്ടും തുടങ്ങി. ഓ, ഈ പെണ്ണിന് എന്തൊരഹങ്കാര! വെറുതെ അല്ല കുട്ടികളുണ്ടാവാത്ത. അമ്മമ്മ പറഞ്ഞതിന് വല്ല തെറ്റുണ്ടോ? ഞങ്ങൾക്ക് പ്രായമായി വരില്ലേ? എത്ര കാലാച്ചിട്ട ക്ഷമിക്കുക? അമ്മേ, അതിനൊക്കെ ഒരു സമയമുണ്ട്. നിങ്ങൾ എല്ലാരും കൂടി ഞങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെസ് തരില്ലേ? ഇനി എന്ത് സമയം? 2 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് തല പൊക്കി നടക്കാൻ വയ്യാണ്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ നാട്ടുകാരും വീട്ടുകാരാണല്ലോ നമുക്ക് ചെലവിന് തരുന്നത്. അല്ലെങ്കിൽ അവർക്ക് എന്താ അധികാരമുള്ളത് ഞങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ? നിങ്ങൾക്കൊക്കെ അത് പറഞ്ഞാൽ മതി. ഞങ്ങൾ പഴയ ആൾക്കാരാ. ഞങ്ങൾക്കൊരു കുട്ടീനെ വേണം. രാവിലെ തന്നെ അമ്മമ്മ തുടങ്ങി. ഇനി അമ്മയും തുടങ്ങുകയാണോ? കുറച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കണം. ഒരു ഡോക്ടറെ പോയി കണ്ടാലേ എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. ഇതേ അമ്മയുടെ മോൻ വരുന്നുണ്ട്. എന്താ വെച്ചാൽ അവിടെ പറഞ്ഞോളൂ. എനിക്കിതൊന്നും കേൾക്കാൻ സമയമില്ല. എന്താ പ്രശ്നം? എനിക്കൊന്നും അറിയില്ല. അമ്മേനോട് വെച്ചോളൂ. രമേശ, നിന്റെ അച്ഛനെ കല്യാണം കഴിച്ചിട്ട് 2ാമത്തെ മാസം ഞാൻ ഛർദ്ദിച്ചു തുടങ്ങി. അതമ്മ വല്ലാണ്ട വലിച്ചേരി കഴിച്ചിട്ടേ ഗ്യാസ് കയറിയിട്ടാവും. ഗ്യാസ് ഒന്നല്ല, ആ ഛർദി നിന്നതേ 10 മാസം കഴിഞ്ഞ് നീ ഉണ്ടായതിനു ശേഷമാണ്. ആ, ഇതെനിക്ക് മനസ്സിലായി. ഇത് രാവിലെ തന്നെ മനുഷ്യനെ വെറുതെ ചൊറിയാൻ വരിക. എന്തേ താഴത്തുനിന്ന് വേഗം ഓടിപ്പോന്നേ? ഈ വീട്ടിൽ അധികം നേരം നിന്നാലേ ആകെ സ്ട്രെസ് ആവും. അതെ, നിങ്ങൾക്കിത് വേണം. ഞാൻ എത്ര കാലമായിട്ട് പറയണു ഈ വീട്ടിൽ നിന്നൊന്ന് മാറി താമസിക്കാന്ന്. അപ്പൊ അത് നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഓ, അവരല്ലാതെ എനിക്ക് ടെൻഷൻ തരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നീയും കൂടി ഇങ്ങനെ ടെൻഷൻ തരല്ലേ? അതിന് നിങ്ങൾ വല്ലപ്പോഴല്ലേ താഴത്തേക്ക് ഇറങ്ങി വരാറുള്ളൂ. ഇതേ എന്റെ തലയിൽ കയറ്റി വെച്ച് എനിക്ക് ഭ്രാന്തായി. കുട്ടി ഉണ്ടാവാത്തതാണ് എല്ലാത്തിനും കാരണം. ഈ വീട്ടുകാരെയും നാട്ടുകാരെയും പ്രാക്ക് കേട്ട് എനിക്ക് മടുത്തു. എന്റെ കൊച്ചുണ്ണിയേട്ടാ, ഒന്നും പറയണ്ട. വീട്ടിലാകെ പ്രശ്നമാണ്. എല്ലാ വീട്ടിലും പ്രശ്നമുണ്ടോ? നിങ്ങളെ വീടുകളിൽ മാത്രമല്ല എൻ്റെ വീട്ടിലുണ്ടോ വലിയ പ്രശ്നം. അത് ശരിയാ. അല്ല, രമേശന്റെ പ്രശ്നം എന്താ? എന്റെ പ്രശ്നം എന്താ വെച്ചാ വീട്ടിലെപ്പോഴും അമ്മ സുമിത്രനെ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ, അമ്മായിമ്മ പോരാണല്ലേ. കാണാറേട്ടാ, അവരെ പറ്റി അങ്ങനെയൊന്നും പറയരുത്. അവരങ്ങനത്തെ ആളൊന്നല്ല കേട്ടോ. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും. അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയ കൂടുതല കാണാറേട്ടാ. എനിക്ക് സുമിത്രയ്ക്കും കുട്ടികളില്ല. അതാണ് പ്രശ്നം. അതിപ്പോ ഞങ്ങളെ കൊണ്ട് കൂട്ടാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങനെ തമാശ പറയല്ലേ. ഇതിന് വല്ല പരിഹാരം ഉണ്ടോ? അതിപ്പോ കാര്യങ്ങൾ വിശദമായിട്ട് അറിഞ്ഞാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് കൊച്ചുണ്ണി പറഞ്ഞ് കറക്റ്റാ. നിങ്ങൾ അങ്ങനെ ഓസിക്ക് കഥകളൊന്നും കേൾക്കണ്ട. ഞാൻ ആകെ വിഷമത്തിലാ. ഞങ്ങൾക്ക് നിന്റെ കാര്യത്തിൽ വിഷമമുണ്ട് രമേശ. അത് നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവാത്തതിന്റെ വിഷമത്തിൽ പറയണതാവും. അത് കാര്യക്കണ്ട. അല്ലേ കൊച്ചുണ്ണി, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? ഞാൻ എത്രയായി കാണാറേട്ടാ ആ പ്രദീപിനെ പോയിട്ട് കാണാൻ പറയണു രമേശനോട്. അത് ശരിയേട്ടാ, പ്രദീപിനെ പോയി കണ്ടാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അതെങ്ങനെ? മുറ്റത്തെ മുല്ലയ്ക്ക് മണല്ലല്ലോ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാഞ്ഞിട്ടൊന്നും അല്ല. പ്രദീപേട്ടൻ വൈദ്യരൊന്നും അല്ലല്ലോ. എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വിശ്വാസമില്ല. കൊച്ചിനേട്ടാ, ഒരു ചായ. പറഞ്ഞപ്പോഴേക്കും ഇതാ പ്രദീപ് എത്തി.
നിന്നെ പറ്റി ഇപ്പൊ പറഞ്ഞോളാം പ്രദീപ. ഏയ് എന്നെ പറ്റി ഇപ്പൊ എന്താ ചർച്ച? അത് രമേശനോട് തന്നെ ചോദിക്ക്. എന്താ രമേശ കാര്യം? അതൊക്കെ ഉണ്ട് പ്രതിഭേട്ട, പക്ഷെ ഞാൻ ഇപ്പൊ അതെങ്ങനെ പറയാ? വളച്ചൊടിക്കാണ്ട് കാര്യം പറയേ. അത് ഞാൻ സംസാരിക്കാം. നമ്മളെ രമേശനും കുട്ടികളൊന്നുമില്ല, അതൊന്ന് ശരിയാക്കി കൊടുക്കാൻ പറ്റും. അയ്യേ ഞാനാ? ഞാൻ പോവാണ്. ഏയ് രമേശ തമാശയുടെ തെറ്റിപ്പോവല്ലേ? പ്രദീപ, നീ ആ മുൾട്ടാനി രേഖ ഉണ്ടാക്കിയിട്ട് രമേശന് കൊടുക്ക്. മുൾട്ടാണി ലേഖ ഉണ്ടാക്കൽ ഇപ്പഴാ? എനിക്ക് അതിനൊന്നും സമയമില്ല. അവിടെ പാടത്ത് ഒരുപാട് പണിക്കാരുണ്ട്, അവിടെ വളർന്ന സമയപ്പോ. പ്രതിഭേട്ട, എനിക്കിതിൽ വിശ്വാസം ഉണ്ടായിട്ടൊന്നും അല്ല. വീട്ടിലാകെ പ്രശ്നമാണ്. ഇതിപ്പോ അവസാനത്തെ ഒരു പരീക്ഷണമാണ് നിങ്ങളെ മരുന്ന്. നിങ്ങൾ എങ്ങനെയും ഒന്ന് ഉണ്ടാക്കി തരും. എനിക്ക് അതിന് സമയമില്ല രമേശ. നീ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അത് എങ്ങനെയും പെട്ടെന്ന് ഉണ്ടാക്കും. എന്റെ പ്രദീപ അതാണ് ശരിയാക്കി കൊടുക്ക്. ആ ഞാൻ നോക്കട്ടെ. ഇതിന്റെ കൂട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിലേ വ്രതവും ശുദ്ധിയൊക്കെ നോക്കണം. ഏതായാലും നീ അടുത്ത ഞായറാഴ്ച വീട്ടിലേക്ക് വാ. പ്രദീപ ഏറ്റു. ഇനി രമേശന്റെ വീട്ടിൽ കുട്ടികൾ ഇങ്ങനെ ഓടി കളിക്കുന്നത് കാണാം. അത് മതി. ചേട്ടാ, ചന്ദനത്തിരി ഉണ്ടോ? ഇവിടെ കുട്ടികൾ ഓടി നടക്കുന്ന നേരത്തെ ചന്ദനത്തിരി. ഇവിടെ ചന്ദനത്തിരി ഒന്നുമില്ല. ഞാനൊരു ചന്ദനത്തിരിയല്ലേ ചോദിച്ചുള്ളൂ, അതിനത്ര ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ചേട്ടാ, അയാളെ ഹൈറ്റും വെയിറ്റും കണ്ടില്ലേ? അയാളടുത്ത് അടി കിട്ടാൻ നിങ്ങളെ ഭാഗ്യം. ആളിവിടെ ഇല്ലേ? ഹായ്, രമേശനോ? എന്താ രമേശ നേരത്തെ എത്തിണ്ടല്ലോ? അല്ല ചേട്ടാ, ഇന്ന് ഞായറാഴ്ചയല്ലേ? നമ്മള് പറഞ്ഞ മുൾട്ടാണി ലേഹ്യം അത് റെഡി ആയിട്ടുണ്ടോ? ആക്രാന്തം ഒക്കെ റെഡിയാ. കേറി വാ. സാധനം ഞാൻ ഉണ്ടാക്കിയിട്ട് ഭദ്രമായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. വ്രതശുദ്ധിയോട് കൂടി മാത്രമേ കഴിക്കാവൂ. അതത്രേ ഉള്ളൂ. പിന്നെ താൻ പാതി ദൈവം പാതിന്നാ. മരുന്ന് മാത്രം പോരാ, അവനാൻ ചെയ്യേണ്ടതൊക്കെ പിന്നെ ചെയ്യും വേണട്ടാ. പ്രതിഭേട്ടാ, അതൊക്കെ അറിയാട്ടാ. ഇതാണ് മോനെ നമ്മുടെ മുൾട്ടാണി. അല്ല പ്രതിഭേട്ട, ഇതെങ്ങനെ കഴിക്കണ്ടേ? കഴിക്കേണ്ട വിധമൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്, പക്ഷെ നിങ്ങൾ കഴിച്ചാൽ മതി. നല്ല മത്ത് പിടിപ്പിക്കുന്ന സ്മെല്ല് വരുന്നുണ്ടോ? അതിൽ കൂട്ടിയത് അജാതി ഐറ്റംസാ, ആരും കഴിച്ചു പോകും. അല്ല പ്രതിഭേട്ട, പിള്ളേരൊക്കെ എവിടെ പോയി? പിള്ളേരെ കാര്യം നോക്കണ്ട. 3 എണ്ണം പഠിക്കാൻ പോയി, 2 എണ്ണം ജോലിക്ക് പോയിട്ടുണ്ട്. എന്നാലും പ്രതിഭേട്ട, നിങ്ങളൊരു സംഭവാട്ടോ. 5 കുട്ടികളെ. അതൊക്കെ ഇവിടെ മുൾട്ടാണിയുടെ ഗുണ. അപ്പൊ സംഭവം നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടല്ലേ? ഞാൻ അത്ര ഫേമസ് ആയിട്ടൊന്നുമില്ല, പക്ഷെ സ്വന്തമായിട്ട് പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടുണ്ട്. എന്നാ ഞാൻ പോട്ടെ പ്രതിഭേട്ട, നാളെ മുതൽ ഞാൻ അത് പരീക്ഷിക്കും. 1 മിനിറ്റ് രമേശ പോലെ. ഭഗവാനെ, ആ ലേഖ്യം ഫലിക്കണേ. രമേശന്റെ വീട്ടിൽ ഒരുപാട് കുട്ടികൾ ഓടി നടക്കട്ടെ. ഇതാണ്ട് കഴിക്കോ. എന്നാ ഞാൻ പോട്ടെ. ഈ ലേഖ്യത്തിന്റെ കൂട്ട് എനിക്ക് പൂർവികമായിട്ട് കിട്ടിയതാ. നോക്കിക്കോ രമേശ, 2 വർഷത്തിൻ്റെ ഉള്ളിൽ നിന്റെ വീട്ടിൽ കുട്ടികൾ ഓടി ഓടി നടക്കും. സുമിത്രേ, നമ്മുടെ പ്രതിഭേട്ടന്റെ മുൾട്ടാണി വൈദ്യം കിട്ടിയിട്ടുണ്ട്. നാളെ മുതൽ തന്നെ കഴിച്ചു തുടങ്ങിക്കോട്ടോ. അത് കിട്ടിയോ? നോക്കട്ടെ. നല്ല വാസന ഉണ്ട്. നാളെ മുതൽ തന്നെ കഴിച്ചോട്ടോ. പിന്നൊരു കാര്യം, അമ്മ അറിയണ്ട. കാരണം ഇത് വലിച്ചിട്ടില്ലെങ്കിൽ നാളെ കേട് നമ്മക്കാ. അത് ശരിയാ. കൊച്ചിനേട്ടനല്ലോ. എന്താ കൊച്ചിനേട്ടാ, നമസ്കാരം. പ്രദീപ, ഒരു സന്തോഷ വർത്തമാനുണ്ട്. 1 മിനിറ്റ് കൊച്ചിനേട്ടാ. കാര്യം പറയൂ. നിങ്ങളെ രമേശന്റെ വീട്ടില് വിശേഷം ഉണ്ട്. അവിടെ അതിനെന്താ വിശേഷം? രമേശന്റെ ഭാര്യക്ക് വിശേഷം ഉണ്ടെന്ന്. നിന്റെ മുൾട്ടാണി. എന്റെ മുൾട്ടാണി ഫലിച്ചാ? നിന്റെ മുൾട്ടാണി വിജയിച്ചതാ. എന്നാ ശരി കൊച്ചിനേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ കണാരേട്ടനെ വിളിച്ച് പറയട്ടെ എന്റെ ലേഖ്യം ഫലിച്ചു എന്ന്. കുമാരേട്ട, വിശേഷമൊക്കെ അറിഞ്ഞു കേട്ടോ. കൊച്ചെണ്ണി ഇരിക്കൂ. അല്ല, രമേശന് എവിടെ? രമേശ ഇവിടെ ഇല്ല, ആള് ദേഷ്യപ്പെട്ട് എവിടെയാ പോയതാ. ദേഷ്യപ്പെട്ടു പോവേ? ഈ സമയത്ത് സന്തോഷിക്കല്ലേ വേണ്ടേ? ശരിയാണ്.
ഹായ് നല്ല പുളിയുള്ള മാങ്ങ. സുമിത്ര എവിടെ? സുമിത്ര രമേശന്റെ കൂടെ പോയി. ഈ കുട്ടി എന്താ ചെയ്യണേ? അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാ കുട്ടി വരുമ്പോ അങ്ങോട്ട് കൊടുത്തോളൂ. നല്ല പുളിയുള്ള മാങ്ങ. സുമിത്രക്കല്ല, സുമിത്രന്റെ അമ്മായി വെക്കപ്പോ മാങ്ങ ആവശ്യം. കുമാരേട്ടാ, എന്താ സുമിത്രയുടെ അമ്മായിമ്മ കഴിച്ചോളൂ. ഇങ്ങോട്ട് തന്നോളൂ. ഞാൻ പോവട്ടോ. കാലം പോയൊരു പോക്കെ. എന്നാലും പ്രദീപിന്റെ മുൾട്ടാണി ഏറ്റു. നിങ്ങൾ നിങ്ങളുടെ ഒരു മുൾട്ടാണി, ബാക്കിയുള്ളവർക്ക് ഒരു പണി തന്നു. ഞാൻ ഇപ്പൊ എന്താ ചെയ്തേ? നിങ്ങളെ ഞാൻ ശരിയാക്കും. ഞാൻ പോവാ. ഇപ്പൊ തന്നെ കണാറിനും പ്രദീപിനും വിളിച്ചു പറയാ ഈ വഴിക്കൊന്നും വരണ്ടാന്ന്. പ്രദീപേ, ഞാൻ രമേശന്റെ വീട്ടിൽ പോയിട്ടാ വരണേ. ആ പോയോ? എല്ലാരും ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പി അല്ല, ചിലവര് മാത്രമേ ഹാപ്പി ആയിട്ടുള്ളൂ. അയ്യോ അതെന്താ? സുമിത്രക്കല്ല വിശേഷം, സുമിത്രയുടെ അമ്മായിമ്മയ്ക്കാ. അവരും ഈ ലേഖം കഴിച്ചിരുന്നു. ആരപ്പത് അവരോട് കഴിക്കാൻ പറഞ്ഞു? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും കൊളായി. ആ എന്തായാലും എന്റെ ലേഖ്യത്തിന് കൊണ്ടുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഉവ്വ് രമേശൻ കരിപ്പിലാന്നാ പറയണ കേട്ടോ. നീ ആ വഴിക്കൊന്നും പോണ്ടാട്ടാ. ഏയ് ഇനി ആ ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞില്ല കൊച്ചിനേട്ടാ. അതാ നല്ലത്. നിന്റെ തടി കേട് വരാതെ നോക്കിക്കോ. ശരിട്ടാ. ചേട്ടാ, ഇവിടെ ഒരു വൈദ്യരുണ്ടല്ലോ. ഷോ, പേര് ഞാൻ മറന്നു. ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കാണാറുണ്ട് അയാളെ. പേര് മറന്നല്ലോ ഈശ്വരാ. ഷോ, വൈദ്യരോ? ഇവിടെ അങ്ങനെ ഒരു വൈദ്യര് താമസിക്കണ എനിക്കറിയില്ലല്ലോ. ആ ഫേമസ് വൈദ്യരില്ലേ, അയാളെ പേര് ഞാൻ മറന്നു. ഏയ് അങ്ങനെ ഒരു വൈദ്യര് ഇവിടെ താമസിക്കണ എനിക്കറിയില്ല ചേച്ചിയെ. ആ ഒരു മുൾട്ടാണി വൈദ്യരില്ലേ, അയാളെ ഞാൻ ചോദിച്ചത്. അത് ശരി, അത് നമ്മളെ പ്രദീപേട്ടനാ. ആള് ശരിക്ക് വൈദ്യരൊന്നുമില്ല, പക്ഷെ ആൾക്ക് കുറച്ച് മരുന്നുകളെ പറ്റിയിട്ടൊക്കെ അറിയും. എന്താ കാര്യം? ആ അതൊക്കെ ഉണ്ട്. അതിൻ്റെ അനിയത്തിക്കാ. നാളെ സ്ഥലം ഒന്ന് പറഞ്ഞു തരുമോ? പ്രദീപേട്ടന്റെ മരുന്നൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കാര്യണ്ട്. ആ കുട്ടിയുടെ വീട്ടിലെ അമ്മായിമ്മ ഉണ്ടോ? അമ്മായിയമ്മ ഉണ്ട്. എന്താ പ്രശ്നം? അതൊക്കെ ഉണ്ട്, അത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, ഇവിടെ പ്രദീപ് വൈദ്യര് കാരണം വൈറലായൊരു രമേശനില്ലേ, അയാളെ അറിയാം നിങ്ങക്ക്? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കച്ചാ. ഒന്ന് മിണ്ടാണ്ടിരിക്ക്. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. വൈദ്യര് കാരണേ അയാളെ വീട്ടിൽ നിറച്ച് കുട്ടികളുണ്ടായിന്ന് കേട്ടു. അതുകൊണ്ട് ചോദിച്ചു, അയാളെ കാണാനുള്ള ഒരു ആഗ്രഹം. എന്താ ചേച്ചിന്റെ പ്രശ്നം? എന്റെ പൊന്ന് ചേച്ചി, അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. ഈ എന്താ തോന്നണേ? ഇത് രണ്ടും ചേട്ടന്റെ കുട്ടികളാവൂലേ? ഇതല്ല, ഇതെന്റെ കുട്ടിയാ. അപ്പൊ ഈ കുട്ടി ഏതാ? എന്റെ ചേച്ചി, ഇതെന്റെ ഏട്ടനാണ്. ചേട്ടനോ? ആ ചേട്ടൻ. പ്രായ വ്യത്യാസം കണ്ടോണ്ട് ചോദിച്ചതാ. എന്റെ ചേട്ടൻ തന്നെയാണ്. നിങ്ങൾ അങ്ങനെ കളിയാക്കാൻ നോക്കൊന്നും വേണ്ട. ആ ശരി ഇട്ടാ. ആ നമ്മളെ ആ രമേശനെ ഒന്ന് പരിചയപ്പെടുത്തി തരണേ എനിക്ക്. പറയാനൊന്നുമില്ല, ഇത് തന്നെയാണ് രമേശൻ. അതന്നെ, ഞാൻ തന്നെ രമേശൻ. സോറി കേട്ടോ.